ഈ കൊച്ചിയിലൂടെ തേരാപ്പാര നടക്കുമ്പോഴാണ് കേട്ടോ പെട്ടെന്ന് ജൂ ടൗൺ കാണാമെന്നുള്ള ഒരു ആഗ്രഹം തോന്നുന്നു. അങ്ങനെ ജൂ ടൗണിലേക്ക്, മട്ടാഞ്ചേരിയിൽ ജൂ ടൗണിലേക്ക് ഒരു യാത്രയാണ്. നമസ്കാരം, ഞാൻ വിനോദാണ്. വിരാട വിനോദം ദ 60+ യങ്സ്റ്ററിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. അങ്ങനെ മാപ്പൊക്കെ ഇട്ട് ഞങ്ങൾ നേരെ ജൂ ടൗണിലേക്ക് പോവുകയാണ്. ഒരു ഇടുങ്ങിയ വഴികളിലൂടെയൊക്കെയാണ് മാപ്പ് കാണിച്ചത്. ആ വഴികളിലൂടെ നമ്മൾ ജൂ ടൗണിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ജൂ ടൗൺ ഇവിടെയാണ് മട്ടാഞ്ചേരി പാലസ് ഇരിക്കുന്നത്. ഈ മട്ടാഞ്ചേരി പാലസിനും ജൂത പള്ളിക്കും ഇടയിലുള്ള പ്രദേശമാണ് ജൂ ടൗൺ എന്ന് പറയപ്പെടുന്നത് കേട്ടോ. ജൂതന്മാരായതുകൊണ്ട് ആയിരത്തോളം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് കുടിയേറിയെന്നും അവർ കൊച്ചിയിൽ താവളമാക്കിയെന്നും ഇവിടെ അവർ കച്ചവട സ്ഥാപനങ്ങൾ, സ്പൈസസ് കച്ചവട സ്ഥാപനങ്ങൾ തുടങ്ങിയെന്നുമാണ്. ഇങ്ങനെ ഞങ്ങൾ നടക്കുമ്പോൾ പുരാവസ്തുക്കളൊക്കെ വിൽക്കുന്ന പല കടകളും കാണാം. അങ്ങനെ അതുപോലെ കണ്ട ഒരു ഷോപ്പിലേക്ക് ഞങ്ങൾ കയറി. അവിടെ ഒരു കോഫി ഷോപ്പൊക്കെ ഇതിനകത്തുണ്ട്. വളരെ വിലയേറിയ ഒരുപാട് സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ട് ഞങ്ങൾ ആസ്വദിച്ച് വീഡിയോ ഒക്കെ എടുത്ത് നടക്കുമ്പോഴാണ് അവർ പറയുന്നത് ഇതിനകത്ത് വീഡിയോ അനുവദിക്കില്ല. അതുകൊണ്ട് ബാക്കി ഭാഗങ്ങൾ വീഡിയോ എടുത്തിട്ടില്ല. ഒന്ന് രണ്ട് സാധനങ്ങളിലേക്ക് വിലയൊക്കെ ചോദിച്ചു. ഞങ്ങളുടെ തലയൊക്കെ കറങ്ങി ഞങ്ങൾ പയ്യെ പുറത്തേക്ക് ഇറങ്ങി. ഈ കാണുന്നതാണ് സിനഗോഗിൻ്റെ സമയം കഴിഞ്ഞിരുന്നു. അവർ ഇപ്പോൾ അടച്ചു കിടക്കുകയാണ്. ഈ കാണുന്നതാണ് ജൂത തെരുവ്. പണ്ട് ഇവിടെ മുഴുവൻ സ്പൈസസിൻ്റെ കച്ചവടം, സുഗന്ധദ്രവ്യങ്ങളുടെ കച്ചവട കേന്ദ്രങ്ങളായിരുന്നു. ഇന്ന് പല കെട്ടിടങ്ങളും അതുപോലെയൊക്കെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു യൂറോപ്യൻ ഫീല് നമുക്കിവിടെ കാണാൻ പറ്റും. ധാരാളം ഈ പറഞ്ഞ പോലെ പുരാവസ്തുക്കളും ആർട്ടിഫാക്ട്സും വിൽക്കുന്ന ധാരാളം കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ തെരുവിലൂടെ നടക്കുകയും ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. ഈ സമയത്ത് പ്രത്യേകിച്ച് ഈ വൈകുന്നേരത്തെ ഈ ലൈറ്റിൻ്റെ ആംബിയൻസ് ഭയങ്കര രസമാണ് ഇവിടെ കാണാനായിട്ട്. അങ്ങനെ പതിയെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ചില ഫോട്ടോഷൂട്ടുകളൊക്കെ നടത്തി ഈ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ ഇതിലെ ആസ്വദിച്ച് നടക്കുകയാണ്. ഒന്ന് രണ്ട് ചെറിയ സാധനങ്ങളൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു. അതിൻ്റെയൊക്കെ വിലയൊക്കെ ചോദിച്ചു. ഒരു സാധനം ഞങ്ങൾ വാങ്ങിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ഷോപ്പിലേക്ക് ഞങ്ങൾ പതിയെ നടന്നു. പലയിടത്തും തപ്പിയിട്ടാണ് ഒരു സാധനം കണ്ടത്. അദ്ദേഹം ഒരു ജൂ ആണെന്നാണ് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഷേപ്പ് കണ്ടിട്ട് നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ടൂറിസ്റ്റുകളെ ഉദ്ദേശിച്ചുള്ള സാധനങ്ങളാണ് ഇവിടെ കച്ചവടം നടത്തുന്നത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഈ കാഴ്ചകളെ കണ്ടിങ്ങനെ നടക്കണം. അപ്പോഴാണ് ഒരു കട കണ്ടു. ഞങ്ങൾ അതിനകത്ത് കയറി ഒരു സാധനം അന്വേഷിച്ചു. നമ്മൾ ഉദ്ദേശിച്ച സാധനം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നൊരു ഫോൺ നമ്പറൊക്കെ കൊടുത്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വീണ്ടും ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ സമയം പോകുന്നത് നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. കാഴ്ചകൾ ധാരാളമുണ്ട്. ഒന്നും കണ്ടും ഒക്കെ ഇഷ്ടംപോലെ കാഴ്ചകൾ കണ്ട് നമുക്ക് ഇങ്ങനെ നടക്കാം. വൈകുന്നേരം ഒരു സമൃദ്ധമായ വൈകുന്നേരം നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ജൂത ടൗൺ. അപ്പുറവും ഇപ്പുറവും എല്ലാം കഫറ്റേറിയകളും എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. വീണ്ടും കാണുന്നതുവരേക്കും നന്ദി. അപ്പോൾ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടിക്കാതിരിക്കും. താങ്ക് യു.